ഹിമാലയത്തിലെ ജ്ഞാനതീർത്ഥം മനയിലെ സരസ്വതി ക്ഷേത്രത്തിലൂടെ ഒരു യാത്ര. ഭാരതത്തിന്റെ അതിർത്തി ഗ്രാമമായ മന വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല. പുരാണങ്ങൾ ഉറങ്ങുന്ന മണ്ണും ഹിമക്കാറ്റിന്റെ സംഗീതവും ആത്മീയതയുടെ ആഴവും തൊട്ടറിയാൻ കഴിയുന്ന പുണ്യഭൂമിയാണ്. ബദരീനാഥിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ ഗ്രാമത്തിൽ നമ്മെ കാത്തിരിക്കുന്നത് അറിവിന്റെ ദേവതയായ സരസ്വതിയുടെ അപൂർവമായൊരു സന്നിധിയാണ്. സാധാരണയായി സരസ്വതി നദി നമുക്ക് കാണാൻ കഴിയില്ല, അത് അന്തർവാഹിനിയാണ്. എന്നാൽ മനയിൽ സരസ്വതി നദി അതിശക്തമായി പതഞ്ഞൊഴുകുന്നത് നേരിൽ കാണാം. പക്ഷേ ഏതാനും മീറ്ററുകൾക്ക് ശേഷം ഈ നദി അളകനന്ദയിൽ ലയിച്ച് ഭൂമിക്കടിയിലേക്ക് മറയുന്നു. ഈ വിസ്മയത്തിനു പിന്നിൽ ഒരു കഥയുണ്ട്. വ്യാദവ്യാസൻ മഹാഭാരതം രചിച്ചുകൊണ്ടിരുന്നപ്പോൾ സരസ്വതി നദിയുടെ ഇരമ്പൽ അദ്ദേഹത്തിന് തടസ്സമുണ്ടാക്കിയെന്നും അതിനാൽ ഇവിടെ നിന്ന് നദി അദൃശ്യമാകട്ടെ എന്ന് അദ്ദേഹം ശപിച്ചുവെന്നുമാണ് ഐതിഹ്യം. ജ്ഞാനത്തിനു മുൻപിൽ മറ്റെല്ലാം നിശബ്ദമാകണം എന്ന വലിയൊരു പാഠം ഈ കഥ നമുക്ക് നൽകുന്നു. നദിയുടെ ഉത്ഭവസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ലളിതവും എന്നാൽ മനോഹരവുമായ ക്ഷേത്രമാണ് സരസ്വതി ക്ഷേത്രം. പാണ്ഡവരുടെ സ്വർഗാരോഹണയാത്രയിൽ ദ്രൗപദിക്ക് കടന്നുപോകാൻ ഭീമൻ എടുത്തുവെച്ച വലിയൊരു പാറയാണ് ഭീംപുൽ. ഇതിനടിയിലൂടെ നദി കുതിച്ചൊഴുകുന്ന കാഴ്ച വിസ്മയിപ്പിക്കുന്നതാണ്. ഭാരതത്തിന്റെ ഇതിഹാസങ്ങൾ പിറവിയെടുത്ത പുണ്യഗുഹകളായ വ്യാസഗുഹയും ഗണപതി ഗുഹയും ഇവയും ഇവിടെ കാണാം. മനയിലെത്തുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന ശാന്തത വാക്കുകൾക്ക് അപ്പുറമാണ്. പർവ്വതങ്ങളുടെ നിശബ്ദതയും സരസ്വതിയുടെ ഗർജനവും തമ്മിലുള്ള ആ ഒരു പൊരുത്തം ആസ്വദിച്ചുതന്നെ അറിയണം. അറിവിന്റെ ദേവതയായ സരസ്വതിയുടെ സാന്നിധ്യം ഇവിടെ ഓരോ ശ്വാസത്തിലും അനുഭവിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. വിദ്യാർത്ഥികളും കലാകാരന്മാരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് വിശേഷമായി കരുതുന്നു.